നമസ്കാരം. പകൽ വാർത്ത ആരംഭിക്കുകയാണ്. തലക്കെട്ടുകൾ. കണ്ണൂരിൽ ആൾക്കൂട്ട വിചാരണയെ തുടർന്ന് ജീവനൊടുക്കിയ യുവതിയുമായി സാമ്പത്തിക ഇടപാടുണ്ടായിരുന്നില്ലെന്ന് ഒപ്പമുണ്ടായിരുന്ന റഹീസ് പിണറായി പോലീസ് സ്റ്റേഷനിൽ ഹാജരായ യുവാവിനെ ചോദ്യം ചെയ്തു. സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്ന് യുവതിയുടെ പിതാവ് ന്യൂസ് 18നോട്. കൂടുതൽ പ്രതിഷേധവുമായി യുവജന സംഘടനകൾ. കള്ളക്കേസെന്ന് SDPI. വാൽപ്പാറയിൽ പുലി പിടിച്ച 4.5 വയസ്സുകാരിയുടെ മൃതദേഹം കണ്ടെത്തി. പാതി ഭക്ഷിച്ച നിലയിൽ മൃതദേഹമുണ്ടായിരുന്നത് സമീപത്തെ കാട്ടിൽ. കുട്ടിയെ പുലി പിടിച്ചത് ഇന്നലെ വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കും. ഭാരതാംബ ചിത്രവിവാദം രാഷ്ട്രീയ പോരിലേക്ക് കടുപ്പിച്ച് ഇരുപക്ഷവും. ഗവർണർക്കെതിരെ രൂക്ഷ ഭാഷയിൽ വിദ്യാഭ്യാസ മന്ത്രി. ഇറങ്ങിപ്പോയ മന്ത്രി ശിവൻകുട്ടിയോടുള്ള അതൃപ്തി സർക്കാരിനെ അറിയിക്കാൻ ഗവർണർ. രാജ്ഭവനിൽ യോഗാദിനം ആചരിച്ചതും ഭാരതാംബ ചിത്രത്തിൽ പുഷ്പാർച്ചന അർപ്പിച്ച്. ചിത്രത്തിന് പിന്നിലെ ഭൂപടവും കാവിക്കൊടിയും മാറ്റി BJPയുടെ കേരള FB പേജ്. ഗവർണർക്കെതിരെയും ശിവൻകുട്ടിയെ പുകഴ്ത്തിയും ദേശാഭിമാനി. കോൺഗ്രസ് കഴിഞ്ഞിട്ടും പാർട്ടിയോട് സന്ധിയില്ലാത്ത തരൂർ. പ്രധാനമന്ത്രി ഏൽപ്പിച്ച പുതിയ ദൗത്യം ഏറ്റെടുത്ത് പാർട്ടിയെ അറിയിക്കാതെ. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി UK-യും റഷ്യയും അടക്കമുള്ള രാജ്യങ്ങളിലെത്തും. ലക്ഷ്മണരേഖ ലംഘിച്ചാൽ നടപടിയെടുക്കാൻ പാർട്ടിക്ക് അവകാശമുണ്ടെന്ന് KC വേണുഗോപാൽ. നിലമ്പൂർ വിധിക്കായി കാത്തിരിപ്പ്. കണക്കുകളിലെ വിശ്വാസത്തിൽ മുന്നണികൾ. മത്സരിക്കാൻ കാരണം സതീശനെന്ന് PV അൻവർ. താരസംഘടനയായ അമ്മയിൽ നിലവിലെ ഭാരവാഹികൾ തുടർന്നേക്കും. തെരഞ്ഞെടുപ്പില്ലെങ്കിൽ പദവിയിലേക്കില്ലെന്ന് മോഹൻലാൽ. നാളെ നിർണായക ജനറൽ ബോഡി യോഗം. ഇസ്രായേലും ഇറാനും അയയുന്നില്ല. ആക്രമണം നിർത്താതെ ചർച്ചയ്ക്കില്ലെന്ന് ഇറാൻ. ആണവ പദ്ധതി സമാധാനപരമെന്നും രാജ്യം. യൂറോപ്പിന് ഇറാനെ സഹായിക്കാനാകില്ലെന്ന് അമേരിക്ക. ട്രംപിന് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നൽകണമെന്ന് പാകിസ്ഥാൻ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. കണ്ണൂർ കായലോട് ആൾക്കൂട്ട വിചാരണയെ തുടർന്ന് ജീവനൊടുക്കിയ യുവതിയുടെ ആത്മഹത്യാക്കുറിപ്പിലെ പരാമർശം ശരിവെച്ച് ആൺസുഹൃത്ത് റഹീസിന്റെ മൊഴി. ആൾക്കൂട്ട വിചാരണ അടക്കമുള്ള കാര്യങ്ങൾ റഹീസ് പോലീസിനോട് വിശദീകരിച്ചു. 3 വർഷമായി യുവതിയുമായി പരിചയമുണ്ടെന്ന് സമ്മതിച്ച റഹീസ് യുവതിയെ വഞ്ചിച്ചുവെന്ന കുടുംബത്തിന്റെ ആരോപണം തള്ളി. സംഘം ചേർന്ന് മർദ്ദിച്ചുവെന്ന റഹീസിന്റെ പരാതിയിൽ SDPI പ്രവർത്തകർ അടക്കമുള്ളവർക്കെതിരെ കേസെടുത്തു. KV ബൈജു വിവരങ്ങൾ പങ്കുവെക്കുന്നു. ബൈജു, ഇന്ന് രാവിലെ പിതാവ് നമ്മളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് നീതി ലഭിക്കണമെന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ കുറെ അധികം അവ്യക്തതകളുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ ഇപ്പോഴും പോലീസും ആശയക്കുഴപ്പത്തിലാണ്. രഞ്ജിത്തെ, ഇതിൽ ഏതാണ്ട് കാര്യങ്ങൾ ഇപ്പോൾ വ്യക്തത വരുന്നു എന്ന് വേണം പറയാൻ. അതായത് യുവാവിനെ, അതായത് ഈ യുവതിയുടെ ആൺസുഹൃത്തായ ഇയാളുടെ പരാതിയിൽ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. അതായത് ഇപ്പോൾ നേരത്തെ അറസ്റ്റിലായ 3 പേരും അതിനു പുറമെ 2 പേരും, ഇത്തരത്തിൽ 5 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഇതിൽ തട്ടിക്കൊണ്ടുപോകലുണ്ട്, മർദ്ദിക്കൽ ഉണ്ട്. അതുമാത്രമല്ല, ഇയാളുടെ മൊബൈൽ ഫോണും മറ്റും പിടിച്ചെടുത്ത് അതിലുള്ള ഫോട്ടോ കാണിച്ച് ഭീഷണിപ്പെടുത്തി എന്നതുൾപ്പെടെയുള്ള നിരവധി വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത്. ഇതിൽ പ്രധാനമായും ഈ യുവാവ് ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത് താൻ ഈ യുവതിയുമായി 3 വർഷത്തിലേറെ പരിചയമുണ്ട്, പക്ഷേ ഏതെങ്കിലും തരത്തിൽ സാമ്പത്തിക ഇടപാട് ഒന്നും തന്നെയില്ല. അതുമാത്രമല്ല, തന്നെ ഈ സംഘം ചേർന്ന് ഇവർ മർദ്ദിച്ചു. അതോടൊപ്പം ഇവിടെ ഈ സ്ഥലത്തെത്തിയ ഇയാളിൽ നിന്ന് 3 ഫോണുകൾ ഇവർ പിടിച്ചു വാങ്ങി. ആ മൊബൈൽ ഫോണിൽ ഉണ്ടായിരുന്ന ഫോട്ടോകൾ കാണിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്തു. പിന്നീട് സ്കൂട്ടറിൽ മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. അത് വലിയൊരു സംഘം തന്നെ ഉണ്ടായിരുന്നു എന്നാണ് ഇയാളുടെ മൊഴി നൽകിയിരിക്കുന്നത്. ഏതായാലും പോലീസ് ഇപ്പോൾ തിരിച്ചറിഞ്ഞ 5 പേർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഈ കേസിൽ കൂടുതൽ പേർ കൂടി പ്രതികളാകാനുള്ള സാധ്യതയാണ് ഉള്ളത്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ യുവതിയുടെ ആത്മഹത്യാക്കുറിപ്പ് ശരിവെക്കുന്ന അതേ രീതിയിലാണ് ഇപ്പോൾ ഈ ആൺസുഹൃത്തായ യുവാവിന്റെ മൊഴിയും എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഏതായാലും മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ഈ യുവാവിന്റെ പരാതിയിൽ ഇപ്പോൾ പിണറായി പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു.
എന്തായാലും ഈ കാര്യത്തിൽ ഇപ്പോൾ ഒരു വ്യക്തത വരുന്നത് ഈ യുവതിയുടെ ഈ ആത്മഹത്യാക്കുറിപ്പും പോലീസ് നേരത്തെ സ്വീകരിച്ച നടപടിയും ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. സദാചാര ഗുണ്ടായിസം ഉണ്ടായിട്ടുണ്ട്. ആ ഒരു സംഭവത്തിനും, അതായത് സംഘം ചേർന്ന് ആക്രമിച്ചു, തട്ടിക്കൊണ്ടുപോയി തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ ഈ യുവാവിന്റെ പരാതിയിലും കേസെടുത്തിരിക്കുന്നത്. അങ്ങനെ 2 പരാതിയിൽ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു. അതായത് നേരത്തെ യുവതിയുടെ ആത്മഹത്യാക്കുറിപ്പ് അനുസരിച്ചായിരുന്നു ആത്മഹത്യാ പ്രേരണ കുറ്റം ഉൾപ്പെടെ ചുമത്തി ആറോളം പേർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഈ യുവാവിന്റെ പരാതിയിലും ഇപ്പോൾ കേസെടുത്തിരിക്കുന്നതെന്നാണ് ഇതിൽ ഏറ്റവും പുതുതായി ഇപ്പോൾ നൽകാൻ കഴിയുന്ന വിവരം. എന്തായാലും യുവാവിന്റെ മൊഴി അത് പൂർണ്ണമായും രേഖപ്പെടുത്തിയിരിക്കുന്നു. ACPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം 8:30 കൂടിയാണ് ഇയാൾ ഈ റയീസ് ഇവിടെ പിണറായി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത്. അതിനുശേഷം ഇയാളുടെ മൊഴിയെടുത്തു. ഏകദേശം 3 മണിക്കൂറോളം മൊഴിയെടുക്കൽ നീണ്ടു. അതിനുശേഷം ഇയാളുടെ പരാതിയും ഇപ്പോൾ സ്വീകരിച്ചു. അതിനുശേഷം ഇയാളുടെ പരാതിയിൽ ഇപ്പോൾ കേസും എടുത്തിരിക്കുന്നു. ഏതായാലും FIRന്റെ പകർപ്പ് ന്യൂസ് 18 ലഭിച്ചിട്ടുണ്ട്. അതിൽ കൃത്യമായി പറയുന്നുണ്ട് ഇയാളെ സംഘം ചേർന്ന് ഈ കാറിൽ നിന്ന് ബലമായി ഇറക്കി ആക്രമിക്കുകയായിരുന്നു, ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. അതോടൊപ്പം തന്റെ 3 മൊബൈൽ ഫോണുകൾ സംഘം പിടിച്ചു വാങ്ങി. ആ മൊബൈൽ ഫോണിലുള്ള ഫോട്ടോ കാണിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്തു. ഒപ്പം സ്കൂട്ടറിൽ മറ്റൊരു ഇടത്തേക്ക് കൊണ്ടുപോയി അവിടെ നിന്നും മർദ്ദനമുണ്ടായി തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ FIRൽ പറഞ്ഞിട്ടുണ്ട്. ഇത് പ്രകാരമാണ് ഇവർക്കെതിരെ ഇപ്പോൾ 5ഓളം പേർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. കൂടുതൽ പേർ ഈ കേസിൽ പ്രതികളാകുമെന്ന് തന്നെയാണ് പോലീസ് നൽകുന്ന വിവരവും. ഏതായാലും ഇത് സംബന്ധിച്ച് വിശദമായ വാർത്താ സമ്മേളനം സിറ്റി പോലീസ് കമ്മീഷണറോട് 3 മണിയോടുകൂടി ഉണ്ടാവുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പ്രതീക്ഷിക്കേണ്ടത്. കാരണം SDPI പ്രവർത്തകരുടെ മാർച്ചൊക്കെ ഇന്ന് അവിടെ സംഭവിച്ചിരുന്നു. വിവിധ സംഘടനകൾ ഈ വിഷയത്തിനെതിരെ രംഗത്ത് വന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. കള്ളക്കേസാണ് എന്നൊക്കെയാണ് SDPI പറയുന്നത്. പക്ഷേ പോലീസിൻ്റെ പക്കൽ വളരെ കൃത്യമായ തെളിവുകളുണ്ട് ഈ വിഷയത്തിൽ എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ യുവാവിൻ്റെ മൊഴി കൂടിയാകുമ്പോൾ കേസ് കുറച്ചുകൂടി ശക്തമാകുന്നു, സ്ട്രോങ് ആകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. മറ്റൊരു വാർത്തയിലേക്ക്. ഭാരതാംബ ചിത്ര വിവാദത്തിൽ സർക്കാർ ഗവർണർ പോര് മൂർച്ഛിക്കുകയാണ്. ഗവർണറെ നിയന്ത്രിക്കുന്നത് RSS ആണെന്ന് അടക്കം കടുത്ത വിമർശനം തുടരുകയാണ് മന്ത്രി V ശിവൻകുട്ടി. മന്ത്രിക്കെതിരെ സർക്കാരിനെ അതൃപ്തി അറിയിക്കാനാണ് ഗവർണറുടെ നീക്കം. സംസ്ഥാന വ്യാപകമായി ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ വിളക്ക് കൊളുത്തി BJPയും വിഷയം ഏറ്റെടുക്കുകയാണ്. ഭാരതാംബ വിവാദത്തിൽ നിലപാട് കടുപ്പിക്കുകയാണ് ഗവർണറും സർക്കാരും. ഇതുവരെ ഗവർണറുടെ നിലപാടിനെ പരസ്യമായി ചോദ്യം ചെയ്യുകയായിരുന്നുവെങ്കിൽ നിയമവഴിയും സർക്കാർ ആലോചിക്കുന്നുണ്ട്. സർക്കാർ പരിപാടികളിൽ കാവിക്കൊടി ഏന്തിയ ഭാരതാംബയുടെ ചിത്രം എങ്ങനെ ഒഴിവാക്കുമെന്ന കാര്യത്തിൽ നിയമ സെക്രട്ടറിയോട് സർക്കാർ ഉപദേശം തേടി. മറുവശത്ത് മന്ത്രിമാരുടെ ബഹിഷ്കരണത്തിൽ മുഖ്യമന്ത്രിയെ പ്രതിഷേധമറിയിക്കാനാണ് രാജ്ഭവന്റെ നീക്കം. ഗവർണർ നേരിട്ടോ ഫോണിലൂടെയോ മുഖ്യമന്ത്രിയെ പ്രതിഷേധമറിയിക്കും. ഗവർണർക്കെതിരായ വിമർശനത്തിൽ പിന്നോട്ടില്ലെന്ന വ്യക്തമായ സൂചനകൾ സർക്കാരും നൽകുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തർക്കും ഇഷ്ടംപോലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ? നാളെ മുഖ്യമന്ത്രിയുടെ എന്റെയോ അല്ലെങ്കിൽ മറ്റു മന്ത്രിമാരുടെ ഓഫീസിന് മുന്നിൽ കാർൽ മാർക്സിന്റെ, എംഗൽസിന്റെ, ലെനിന്റെയും നമ്മുടെ CPMന്റെ നേതാക്കന്മാരുടെ പടമെല്ലാം കൊണ്ട് വെച്ച് ദിവസവും എല്ലാ ജീവനക്കാരും വന്ന് മാരെ പൂവിട്ട് നമസ്കരിച്ചിട്ട് മാത്രമേ സീറ്റിലിരിക്കാൻ പാടുള്ളൂ എന്ന് തീരുമാനിച്ച് അതേപോലെ സർക്കാരിൽ നടക്കുന്ന സർക്കാർ ഗവർണർ പോര് BJPയും CPMും ഏറ്റെടുത്തു കഴിഞ്ഞു. രാജ്ഭവൻ RSS ശാഖയല്ല എന്ന തലക്കെട്ടോടെ ദേശാഭിമാനി മുഖപ്രസംഗം എഴുതി. ഗവർണർക്കെതിരെ കാലടി സംസ്കൃത സർവകലാശാലയിൽ SFI ബാനർ ഉയർത്തി. ഭാരതാംബയല്ല ഭരണഘടനയാണ് നട്ടെല്ല്, ഇതാണ് ബാനറിലെ വാചകം. സംസ്ഥാന വ്യാപകമായി ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തി BJP പ്രതിഷേധിച്ചു. കോഴിക്കോട് മന്ത്രി V ശിവൻകുട്ടിയുടെ കോലം കത്തിച്ചു. കോഴിക്കോടെത്തിയ മന്ത്രി V ശിവൻകുട്ടിയെ യുവമോർച്ച പ്രവർത്തകർ കരിങ്കൊടിയും കാട്ടി. മന്ത്രി പങ്കെടുത്ത പരിപാടിയിലേക്ക് തള്ളിക്കയറാനുള്ള ശ്രമം സംഘർഷത്തിനിടയാക്കി. രാഷ്ട്രീയ സാധ്യതകൾ തിരിച്ചറിഞ്ഞുള്ള നീക്കങ്ങളാണ് ഭാരതാംബ വിവാദത്തിൽ CPMും BJPയും സ്വീകരിക്കുന്നത്. CPMന്റെ സംഘപരിവാർ വിരുദ്ധ പോരാട്ടങ്ങളുടെ ഭാഗമായും പ്രതീകമായുമാണ് ഈ വിവാദത്തെയും CPM ഉയർത്തിക്കാട്ടുക. എന്നാൽ ദേശീയതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ എക്കാലവും CPM നിലപാട് ഇങ്ങനെയെന്ന് BJP കുറ്റപ്പെടുത്തുന്നു. സംഘപരിവാറിനെതിരായ പോരാട്ടങ്ങളിൽ CPMന് ആത്മാർത്ഥതയില്ലെന്ന ആരോപണവുമായി കോൺഗ്രസും രംഗത്തുണ്ട്. VV അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. കോഴിക്കോട് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയെ കരിങ്കൊടി കാണിച്ച യുവമോർച്ച ഫ്രട്ടേണിറ്റി പ്രവർത്തകരെ നേരിട്ട് SFI പ്രവർത്തകർ രംഗത്തെത്തി. ഭാരതാംബ വിവാദത്തിലായിരുന്നു യുവമോർച്ച പ്രതിഷേധമെങ്കിൽ +1 സീറ്റ് വിഷയത്തിലായിരുന്നു ഫ്രട്ടേണിറ്റി പ്രതിഷേധം. ഇതോടെ പോര് തെരുവിലേക്ക് നീങ്ങുകയാണ്.
MS അനീഷ് കുമാറുണ്ട് വിവരങ്ങളുമായി. അനീഷ്, വിവിധ വിഷയങ്ങളിലാണ് എങ്കിൽ പോലും സംഘർഷഭരിതമായിരുന്നു കാര്യങ്ങൾ, അല്ലേ? MS അനീഷ് കുമാർ വിവരങ്ങൾ പങ്കുവെക്കും. വലിയ പ്രതിഷേധം അവിടെ കോഴിക്കോട് ഉണ്ടായി എന്നുള്ളതാണ്. ഭാരതാംബ വിഭാഗത്തിൽ യുവമോർച്ച പ്രവർത്തകർ രംഗത്തെത്തിയെങ്കിൽ +1 സീറ്റുമായി ബന്ധപ്പെട്ടായിരുന്നു ഫ്രട്ടേണിറ്റിയുടെ പ്രതിഷേധം. ഇരു പ്രതിഷേധക്കാരെയും SFI പ്രവർത്തകർ നേരിട്ടു എന്നുള്ളതാണ് സംഘർഷത്തിന് പ്രധാന കാരണമായി മാറിയത്. പോലീസൊക്കെ ഇടപെട്ട് ഇപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി ശാന്തമാണ് എന്ന് വേണം കരുതാൻ. പക്ഷേ അപ്പോഴും പ്രവർത്തകരുടെ മുദ്രാവാക്യം വിളിയടക്കം അവിടെ ഉണ്ടാകുന്ന അനീഷ വിശദാംശങ്ങൾ. വലിയ പ്രതിഷേധമാണ് ഈ സ്ഥലത്ത് നടന്നത്. രാവിലെ വിവിധ ചടങ്ങുകളിൽ പങ്കെടുക്കാനാണ് മന്ത്രി വി ശിവൻകുട്ടി കോഴിക്കോട് എത്തിയത്. അദ്ദേഹം ആദ്യം ഗസ്റ്റ് ഹൗസിൽ മാധ്യമങ്ങളെ കണ്ട ശേഷം പുറത്തേക്കിറങ്ങുമ്പോൾ KSU പ്രവർത്തകരാണ് ആദ്യം കരിങ്കൊടി പ്രതിഷേധം നടത്തിയത്. ആ കരിങ്കൊടി പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയ ശേഷം അദ്ദേഹം SFI സംഘടിപ്പിച്ചിരിക്കുന്ന പ്രതിഭകളെ ആദരിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാനായി ജൂബിലി ഹാളിലേക്ക് പോന്നു. ആ വഴിക്കുള്ള യാത്രക്കിടെയാണ് തളിക്ഷേത്രത്തിന് സമീപം യുവമോർച്ച പ്രവർത്തകർ അദ്ദേഹത്തിന് നേരെ പ്രതിഷേധം ഉയർത്തിയത്. ഉടൻ തന്നെ SFI പ്രവർത്തകർ സ്ഥലത്തെത്തുകയും യുവമോർച്ച പ്രവർത്തകരെ മർദ്ദിക്കുകയുമായിരുന്നു. പിന്നീട് ഇരുവിഭാഗവും തമ്മിൽ പരസ്പരം വാക്കേറ്റവും സംഘർഷമുണ്ടാവുകയും പോലീസ് യുവമോർച്ച പ്രവർത്തകരെ മാത്രം അറസ്റ്റ് ചെയ്തുകൊണ്ട് സ്ഥലത്തു നിന്നും പോവുകയുമായിരുന്നു. SFI പ്രവർത്തകർ പിന്നീട് അവരുടെ യോഗം നടക്കുന്ന സ്ഥലത്ത് പോവുകയും ആ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തു. ആ ചടങ്ങിൽ പങ്കെടുത്ത് തിരിച്ചു വരുന്ന വഴിക്ക് തളിയിലെ സ്കൂളിൽ സാമൂതിരി സ്കൂളിൽ മറ്റൊരു ചടങ്ങിലും മന്ത്രി പങ്കെടുക്കേണ്ടതുണ്ടായിരുന്നു. ആ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ് 2 ഫ്രറ്റേണിറ്റി പ്രവർത്തകർ അദ്ദേഹത്തിന് നേരെ പ്രതിഷേധവുമായി എത്തിയത്. ആ ഫ്രറ്റേണിറ്റി പ്രവർത്തകരെയും വളരെ മോശമായ രീതിയിൽ SFI പ്രവർത്തകർ മർദ്ദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നീട് 2 വിഭാഗം പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. എന്തായാലും ഏകപക്ഷീയമായാണ് ഈ പോലീസിന്റെ നടപടികൾ ഇക്കാര്യത്തിൽ ഉണ്ടായത്. യുവമോർച്ച പ്രവർത്തകരെ മർദ്ദിക്കാനായി പോലീസ് കൂട്ടുനിൽക്കുകയായിരുന്നു. പോലീസ് ഈ പ്രവർത്തകരെ പിടിച്ചുവെച്ചപ്പോൾ SFI പ്രവർത്തകർ മർദ്ദിക്കുകയായിരുന്നു എന്നാണ് BJP ആരോപിക്കുന്നത്. പോലീസ് ഉചിതമായ നടപടിയെടുത്തില്ലെങ്കിൽ കർശനമായ തിരിച്ചടിയുമായി മുന്നോട്ട് പോകും എന്നാണ് BJP ജില്ലാ അധ്യക്ഷൻ പ്രകാശ് ബാബു മുന്നറിയിപ്പ് നൽകിയത്. എന്തായാലും അതിനുശേഷം BJP പ്രവർത്തകർ സംഘടിച്ച് അവർ മാർച്ചായി ഈ വിദ്യാഭ്യാസ മന്ത്രിയുടെ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിരുന്നു. പക്ഷേ അപ്പോഴേക്കും പോലീസ് മറ്റൊരു വഴിയിലൂടെ അദ്ദേഹത്തെ കൊണ്ടുപോവുകയും ചെയ്തു. BJP പ്രവർത്തകർ വിദ്യാഭ്യാസ മന്ത്രിയുടെ കോലം കത്തിച്ച് പ്രതിഷേധിക്കുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു രാഷ്ട്രീയ പ്രചാരണ വിഷയമായി തന്നെ മാറ്റാൻ BJP തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. പോലീസിനെതിരെയും SFIക്കെതിരെയും വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെയും വലിയ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതാണ് സാഹചര്യം. MS അനീഷ് കുമാർ വിവരങ്ങൾ പങ്കുവച്ചു. CPMന് ഭാരതവിരുദ്ധ വികാരമെന്ന് BJP നേതാവ് MT രമേശ് പറഞ്ഞു. അതാണ് മന്ത്രിമാരുടെ വാക്കുകളിലൂടെ പുറത്തുവരുന്നത്. വിദ്യാഭ്യാസ മന്ത്രി പ്രോട്ടോകോൾ ലംഘിച്ചതായും ഗവർണറുടെ അധികാരം കുട്ടികളെ പഠിപ്പിക്കുന്നതിന് മുൻപ് മന്ത്രി പ്രോട്ടോകോൾ പഠിക്കണമെന്നും MT രമേശ് ആവശ്യപ്പെട്ടു. എന്നാൽ തെരഞ്ഞെടുപ്പിൽ ജയിക്കാത്ത MT രമേശിന് എങ്ങനെ പ്രോട്ടോകോൾ അറിയുമെന്നായിരുന്നു വി ശിവൻകുട്ടിയുടെ ചോദ്യം. ഭാരതമാതാവിനോടുള്ള അസഹിഷ്ണുതയും അസ്വസ്ഥതയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാർ പ്രകടിപ്പിക്കുന്നത് അവരുടെ മനസ്സിലുള്ള ഭാരതവിരുദ്ധ ചിന്താഗതിയുടെ ഭാഗമായിട്ടാണ്. ചങ്കിലും മനസ്സിലും ചൈനയിൽ സൂക്ഷിക്കുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ഭാരതമാതാവിനെ അപമാനിക്കുന്നതിനും അവഹേളിച്ചതിനും വലിയ അത്ഭുതമൊന്നുമില്ല. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആരംഭം മുതൽ ഉണ്ടായിട്ടുള്ളതാണ്. അവർക്കൊരിക്കലും ഭാരതത്തെ ഒരു രാഷ്ട്രമായിട്ടോ മാതാവെന്ന സങ്കല്പത്തിൽ പോലും വിശ്വസിക്കാൻ അവർക്ക് സാധിക്കില്ല. ഞാൻ 5 വർഷക്കാലം ഞാൻ നന്നായി തന്നെ പഠിച്ചിട്ടുള്ളതാണ്. രാജേഷ് വെറും പഞ്ചായത്തും ഇപ്പം കോർപ്പറേഷൻ കൗൺസിലറിലായിരുന്നു. കോർപ്പറേഷൻ കൗൺസിലർക്ക് MP രമേശ് ഇതുവരെ തെരഞ്ഞെടുപ്പ് മത്സരം ജയിച്ച് പ്രോട്ടോകോളിനെ പറ്റി വന്നിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെ പ്രോട്ടോകോൾ മനസ്സിലാവും MP രമേശ്? ഭാരതാംബ വിവാദം വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുള്ളതെന്ന് BJP നേതാവ് K സുരേന്ദ്രൻ. പച്ചയെ കൂടുതൽ പുണരാനാണ് കാവ്യയോട് ഇത്ര വിരോധം എന്നും സുരേന്ദ്രൻ ആരോപിച്ചു. CPMനെ ഭാരതവിരുദ്ധ വികാരമെന്നായിരുന്നു MT രമേശിൻ്റെ വിമർശനം. അധികാരം കുട്ടികളെ പഠിപ്പിക്കുന്നതിന് മുൻപ് മന്ത്രി പ്രോട്ടോകോൾ പഠിക്കണമെന്നും MT രമേശ് ആവശ്യപ്പെട്ടു. എന്നാൽ തെരഞ്ഞെടുപ്പിൽ ജയിക്കാത്ത MT രമേശിനെതിരെയാണ് മന്ത്രി രംഗത്ത് വന്നത്.
നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം മറ്റന്നാൾ വരാനിരിക്കെ PV അൻവർ പിടിക്കുന്ന വോട്ടുകളാണ് LDFിൻ്റെയും UDFിൻ്റെയും പ്രതീക്ഷയും ആശങ്കയും. തനിക്ക് ജയിക്കാനായില്ലെങ്കിൽ UDF സ്ഥാനാർത്ഥി വിജയിക്കട്ടെ എന്ന നിലപാടിലാണ് അൻവർ. സഖാവ് കുഞ്ഞാലിക്ക് ശേഷം പാർട്ടി ചിഹ്നത്തിൽ M സ്വരാജ് ജയിക്കുമെന്ന് LDF കരുതുന്നതിന്റെ കാരണങ്ങൾ ഇപ്രകാരമാണ്. LDFിന്റെ ഉറച്ച പഞ്ചായത്തുകളായ അമരമ്പലത്തും പോത്തുകലിലും മികച്ച ലീഡ് സ്വന്തമാക്കും. നഗരസഭയിലും LDFിന് അനുകൂലമായ സാഹചര്യമുണ്ട്. വഴിക്കടവിലും മൂത്തേടത്തും UDF മുന്നേറിയാലും അമരമ്പലവും പോത്തുകല്ലും നഗരസഭയും വെച്ച് LDFിനത് മറികടക്കാൻ കഴിയും. എടക്കരയിലും ചുങ്കത്തറയിലും കരുളായിലും ഒപ്പത്തിനൊപ്പം നിൽക്കാനും കഴിയും. പുതിയ വോട്ടർമാരിൽ ഭൂരിഭാഗവും സ്വരാജിന് വോട്ട് ചെയ്തു എന്നാണ് ഇടതുപക്ഷത്തിന്റെ വിലയിരുത്തൽ. നായർ, ഇഴവ വിഭാഗങ്ങളിൽ നിന്നുള്ള വോട്ടുകളിലും LDF പ്രതീക്ഷ വയ്ക്കുന്നു. ഇതിനെല്ലാം പുറമെ UDFിന്റെ കോട്ടകളിൽ അൻവർ നേടുന്ന വോട്ടുകൾ ഗുണം ചെയ്യുക LDFിനാകുമെന്നാണ് വിലയിരുത്തൽ. ജമായത്തെ വിഷയവും VV പ്രകാശിന്റെ കുടുംബത്തിന്റെ നിലപാടും അടിയൊഴുക്കുകളാകുമെന്നും LDF കരുതുന്നു. നല്ല പ്രതീക്ഷയാണ്, നല്ല വിജയ പ്രതീക്ഷയാണ്. മികച്ച വിജയം LDF നേടും എന്ന് തന്നെയാണ്. പശ്ചിമേഷ്യയിൽ നാശം വിതച്ച് ഇറാൻ-ഇസ്രായേൽ സംഘർഷം രൂക്ഷമാകുന്നു. ടെഹ്റാനിലെ മിസൈൽ ഫാക്ടറി അടക്കം ഇറാനിലെ സൈനിക താവളങ്ങളിൽ ഇസ്രായേൽ ആക്രമണം നടത്തി. പ്രത്യാക്രമണത്തിൽ ഇസ്രായേലിലെ നിരവധി നഗരങ്ങളിൽ ഇറാൻ മിസൈലുകൾ വർഷിച്ചു. അതേസമയം ചർച്ചയ്ക്ക് തയ്യാറാകാം, പക്ഷേ ആദ്യം ഇസ്രായേൽ ആക്രമണം നിർത്തണമെന്ന് യൂറോപ്യൻ യൂണിയനോട് ഇറാൻ നയം വ്യക്തമാക്കി. നമുക്ക് ഈ റിപ്പോർട്ടിലേക്ക് വരാം, ഇടവേളയ്ക്ക് ശേഷം. തന്നെ അവഗണിക്കുന്ന കോൺഗ്രസ് ഹൈക്കമാൻഡിനെ ഒരേ സമയം വെല്ലുവിളിച്ചും സമ്മർദ്ദത്തിലാക്കിയും ശശി തരൂർ. ഓപ്പറേഷൻ സിന്ദൂറിന്റെ തുടർച്ചയായി വീണ്ടും വിദേശ സന്ദർശനം നടത്തുന്ന വിവരം തരൂർ പാർട്ടിയെ അറിയിച്ചില്ല. തൽക്കാലം പ്രകോപനം വേണ്ട, കാത്തിരുന്ന് കാണാം എന്ന നിലപാടിലാണ് കോൺഗ്രസ്. കഴിച്ചിട്ടിറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ. ശശി തരൂർ വിഷയത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ അവസ്ഥ ഇതാണ്. ഹൈക്കമാൻഡ് സ്വന്തക്കാരനായി കോൺഗ്രസിലെത്തിയ ശശി തരൂർ കഴിഞ്ഞ കുറച്ചുകാലമായി ഹൈക്കമാൻഡുമായി നിരന്തരം പോരിലാണ്. തരൂരിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങാനും വയ്യ, നടപടിയെടുത്ത് പുറത്താക്കാനും വയ്യ എന്ന അവസ്ഥയിലാണ് ഹൈക്കമാൻഡ്. പാർട്ടിക്കപ്പുറം പ്രതിച്ഛായുള്ള തനിക്കെതിരെ നടപടിയെടുത്താൽ കോൺഗ്രസ് പ്രതിരോധത്തിലാകുമെന്ന് തരൂരിന് നന്നായി അറിയാം. ഈ സാധ്യത ഉപയോഗിച്ചാണ് തരൂരിൻ്റെ സമ്മർദ്ദങ്ങളും വെല്ലുവിളികളും. തരൂരിനെതിരായ നടപടിയിൽ നിന്നും ഹൈക്കമാൻഡിനെ പിന്നോട്ടടിക്കുന്നതും ഈ പ്രതിച്ഛായ വെല്ലുവിളിയാണ്. ഒടുവിൽ 2 ആഴ്ചത്തെ വിദേശ സന്ദർശന വിവരവും തരൂർ പാർട്ടിയെ അറിയിച്ചില്ല. വിദേശകാര്യ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിലാണ് റഷ്യയും UK സന്ദർശിക്കുന്നത്. മടങ്ങി വന്ന ശേഷം പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും രാഹുൽ ഗാന്ധിയെയും കാണാൻ സമയം ചോദിച്ചിട്ടുണ്ടെന്നും തരൂർ പറയുന്നു. കഴിഞ്ഞ തവണ വിദേശ നയതന്ത്ര സംഘത്തലവനായി പോയതും പാർട്ടി അനുമതിയോടെ ആയിരുന്നില്ല. പാർട്ടി താൽപ്പര്യത്തെക്കാൾ രാജ്യ താൽപ്പര്യമാണ് തനിക്ക് വലുതെന്നുകൂടി പറഞ്ഞു വെക്കുകയാണ് തരൂർ. തരൂർ വിഷയത്തിൽ പ്രതികരണം വേണ്ട എന്ന നിർദ്ദേശമാണ് ഹൈക്കമാൻഡ് നൽകിയിട്ടുള്ളത്. തരൂർ കടുത്ത പ്രകോപനം ഉയർത്തുമ്പോഴും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ പ്രതികരണം പോലും മയത്തിലായിരുന്നു. ശശി തരൂർ വിദേശയാത്ര ചെയ്യുന്നതിന് എന്താ കുഴപ്പം നിങ്ങൾക്ക്? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞിടത്തുണ്ട്, കോൺഗ്രസ് കുറച്ച് സ്വാതന്ത്ര്യമുള്ള പാർട്ടിയാണ്. ആരെങ്കിലും എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം പറഞ്ഞാൽ ഉടനെ 52 വെട്ടി ശരിയാക്കി കളയാമെന്ന് പറയുന്നൊരു പാർട്ടിയല്ല കോൺഗ്രസ്. അതാണ് പാർട്ടിയുടെ സൗന്ദര്യവും. പക്ഷേ പാർട്ടിയുടെ പൊതുവായ ആശയങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട് പോകണമെന്നുള്ള നിർദ്ദേശം എല്ലാവർക്കും ഉണ്ട്. അതിലെവിടെയെങ്കിലും ആ ലക്ഷ്മൺ രേഖ ലംഘിക്കുന്നു പാർട്ടിക്ക് തോന്നുമ്പോൾ പാർട്ടിക്ക് പാർട്ടിയുടേതായ സമയങ്ങളിൽ നടപടിയെടുക്കാൻ അവകാശമുണ്ട്. അത് ആ രീതിയിൽ മുന്നോട്ട് പോകും. നേതൃത്വത്തോടുള്ള അതിർത്തി പരസ്യമാക്കാൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ദിവസം തന്നെ തരൂർ തെരഞ്ഞെടുത്തതിൽ കേരള നേതാക്കൾക്കും കടുത്ത അതിർത്തിയുണ്ട്. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് 18. അതാണ് തരൂരുമായി ബന്ധപ്പെട്ട സാഹചര്യം. അതേസമയം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം മറ്റന്നാൾ വരാനിരിക്കെ PV അൻവർ പിടിക്കുന്ന വോട്ടുകളാണ് LDFിൻ്റെയും UDFിൻ്റെയും പ്രതീക്ഷയും ആശങ്കയും. തനിക്ക് ജയിക്കാനായില്ലെങ്കിലും UDF സ്ഥാനാർത്ഥി വിജയിക്കട്ടെ എന്ന നിലപാടാണ് ഇന്ന് അൻവർ സ്വീകരിച്ചത്. പോളിംഗിന്റെ അന്തിമ കണക്കുകൾ പുറത്തു വന്നിട്ടും LDFിനും UDFിനും കൃത്യമായിട്ട് എത്ര ഭൂരിപക്ഷം കിട്ടുമെന്നോ എന്തായിരിക്കും ഫലമെന്നോ പറയാൻ കഴിയാത്തതിൻ്റെ ഒരേ ഒരു കാരണം PV അൻവറാണ്. PV അൻവർ എത്ര വോട്ടുകൾ നേടുമെന്ന് ഇപ്പോഴും ഇരു മുന്നണികൾക്കും വ്യക്തമായ ധാരണയില്ല. അൻവറിന് ലക്ഷ്യമിട്ട വോട്ടുകൾ ലഭിക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. പോത്തുകല്ല്, കരുളായി, അമരമ്പലം തുടങ്ങി LDFിന് ആധിപത്യമുണ്ടെന്ന് അവർ കരുതുന്ന മേഖലയിൽ അവിടെ അൻവറിന് വോട്ട് ലഭിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നേട്ടം UDFിനായിരിക്കും ഉണ്ടാവുക.
അതുപോലെ തന്നെ വഴിക്കടവ്, മൂത്തേടം, എടക്കര, ചുങ്കത്തറ തുടങ്ങി UDF ലീഡ് നേടുമെന്ന് കരുതുന്ന മേഖലകളിൽ അൻവർ വോട്ട് പിടിച്ചാൽ അതിൻ്റെ നേട്ടം LDFനും ലഭിക്കും. അതുകൊണ്ട് തന്നെ ഏത് മേഖലകളിൽ നിന്നായിരിക്കും അൻവറിന് കൂടുതൽ വോട്ടുകൾ കിട്ടുക എന്ന് അറിയാനാവാത്തത് ഇരു മുന്നണികളെയും ഒരുപോലെ ആശയക്കുഴപ്പത്തിലാക്കുന്നുണ്ട്. അൻവറാകട്ടെ തനിക്ക് ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ UDF സ്ഥാനാർത്ഥി ജയിച്ചോട്ടെ എന്നാണ് പരോക്ഷമായി പറഞ്ഞു വെക്കുന്നത്. ഇന്ന് മാധ്യമങ്ങളെ കണ്ട അദ്ദേഹം തെളിഞ്ഞ പിണറായിയേക്കാൾ മറഞ്ഞ പിണറായി ജയിക്കുകയാണ് തനിക്ക് താല്പര്യമെന്നും വ്യക്തമാക്കി. എനിക്ക് ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിണറായി തോൽക്കണം. അവിടെ രണ്ട് പിണറായിമാരാണല്ലോ ഉള്ളത്. ഒന്ന് തെളിഞ്ഞ പിണറായി, ഒന്ന് ഒളിഞ്ഞ പിണറായിയാണ്. അപ്പം സ്വാഭാവികമായിട്ടും തെളിഞ്ഞ പിണറായി തോൽക്കണം. എൻ്റെ പോരാട്ടം പിണറായിസത്തിനെതിരാണല്ലോ. എനിക്ക് ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തെളിഞ്ഞ പിണറായി തോൽക്കണം. അല്ല, സ്വാഭാവികമായിട്ടും അപ്പോൾ വരുന്ന UDF സ്ഥാനാർത്ഥിയാവുമല്ലോ. ഈ ഒളിഞ്ഞ പിണറായി ജയിക്കും. അപ്പം ജയിച്ചോട്ടെ. തെളിഞ്ഞ പിണറായി ജയിക്കുന്നതിനേക്കാളും നല്ലത് ഒളിഞ്ഞ പിണറായി ജയിക്കുന്നതല്ലേ. അത് തന്നെയായാലും നിലപാട്. PV അൻവർ നേരത്തെ പറഞ്ഞിരുന്നത് 75,000-ഓളം വോട്ടുകൾ നേടുമെന്നും 25,000-ലേറെ വോട്ടിന് ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നുമാണ്. പക്ഷേ അവസാന കണക്കുകളിലേക്ക് വരുമ്പോൾ അൻവറിൻ്റെ ക്യാമ്പും ലക്ഷ്യമിടുന്നത് 15,000-നും 20,000-നും ഇടയിലുള്ള വോട്ടുകളാണ് എന്ന് തന്നെ വേണം കരുതുവാൻ. മികച്ച ഒരു കഴിവ് തെളിയിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വോട്ടുകൾ നേടി UDFിലേക്ക് മടങ്ങിയെത്തുക എന്ന് തന്നെയാണ് അൻവർ ലക്ഷ്യമിടുന്നത്. ഷൗക്കത്തിൻ്റെ ഭൂരിപക്ഷവും അൻവർ നേടുന്ന വോട്ടുകളുമാകും ഇതിൽ നിർണായകമാവുക. അൻവർ ഏതെല്ലാം മേഖലകളിൽ നിന്ന് എത്രയെല്ലാം വോട്ടുകൾ നേടുമെന്ന കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വവും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൻ്റെ ക്ലൈമാക്സ് എന്താകുമെന്നത് കണ്ടു തന്നെ അറിയണം. അഖിലോട്ട് പറയ്ക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18. വാൽപ്പാറയിൽ പുലി പിടിച്ച് 4.5 വയസ്സുകാരുടെ മൃതദേഹം കണ്ടെത്തി. മൃതദേഹത്തിന്റെ പകുതിയും പുലി ഭക്ഷിച്ച നിലയിലായിരുന്നു. ഇന്നലെയാണ് വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ പുലി പിടിച്ചത്. ഐഷത്തുൽ ഷംന വിവരങ്ങൾ പങ്കുവെക്കും. ഷംന, വലിയ ദാരുണമായ ഒരു സംഭവമാണ്. എന്താണ് നാട്ടുകാർ പങ്കുവെക്കുന്ന ആശങ്ക? രഞ്ജിത്ത്, തീർച്ചയായും വളരെ ദാരുണമായ ഒരു സംഭവം തന്നെയാണ് നടന്നിരിക്കുന്നത്. ഇന്നലെ വൈകിട്ട് 4:30 കൂടിയായിരുന്നു ഈ വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ പുലി വലിച്ചഴിച്ചു കൊണ്ടുപോയത്. സമീപത്തെ തോട്ടത്തിൽ നിന്നും പാഞ്ഞടുക്കുകയായിരുന്നു ഈ പുലി. ഇന്നലെ വനം വകുപ്പിന്റെയും ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെയൊക്കെ നേതൃത്വത്തിൽ വ്യാപകമായ തെരച്ചിൽ മേഖലയിൽ നടത്തിയെങ്കിൽ പോലും കുട്ടിയെ കണ്ടെത്താനായില്ല. തുടർന്ന് ഇന്ന് രാവിലെ തൊട്ട് തന്നെ വലിയ രീതിയിലുള്ള തെരച്ചിൽ ഊർജിതമാക്കിയിരുന്നു. ഇതേ തുടർന്നാണ് വീടിന് 300 മീറ്റർ അകലെ, അതായത് വാൽപ്പാറ പച്ചമല പ്രദേശത്താണ് ഇന്നലെ കാട്ടാന പുലി എത്തിയത്, കുട്ടിയെ പിടിച്ചു കൊണ്ടുപോകുന്നതും. അങ്ങനെ ഈ വീടിന് 300 മീറ്റർ അകലെ ഒരു കാട്ടിൽ നിന്നാണ് ഇപ്പോൾ കുട്ടിയുടെ മൃതദേഹം ലഭിച്ചിട്ടുള്ളത്. ഈ മൃതദേഹം പകുതിയും പുലി കടിച്ച നിലയിലായിരുന്നു, പുലി ഭക്ഷിച്ച നിലയിലായിരുന്നു. അതിദാരുണമായ സംഭവം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഈ മേഖലയിൽ വന്യജീവികളുടെ ആക്രമണം, കാട്ടാന, പുലിയൊക്കെ വന്യജീവികളുടെ ആക്രമണം രൂക്ഷമാണ്. ഈ മേഖലയിൽ കഴിഞ്ഞ കുറേ നാളുകളായി വന്യമൃഗങ്ങളുടെ സാന്നിധ്യമുണ്ടെന്നൊക്കെ നാട്ടുകാർ ആരോപിക്കുന്നുണ്ട്, ആക്ഷേപമുണ്ട്. എന്തായാലും ഈ കുട്ടിയുടെ മൃതദേഹം പകുതിയും പുലി ഭക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. ഈ ജാർഖണ്ഡ് സ്വദേശികളുടെ മകളാണ് ഈ കൊല്ലപ്പെട്ട റുസ്നി. ജാർഖണ്ഡ് സ്വദേശികൾ കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഈ മേഖലയിൽ എത്തുന്നത്. പച്ചമലയിൽ തോട്ടം തൊഴിലിന് വേണ്ടി കഴിഞ്ഞ ആഴ്ചയാണ് എത്തുന്നത്. വീട്ടുമുറ്റത്ത് സഹോദരങ്ങൾക്കൊപ്പം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുട്ടി. ഇതിനിടെയാണ് പുലി പാഞ്ഞടുക്കുന്നതും കുട്ടിയെ കൊണ്ടുപോകുന്നതും ഒക്കെ. എന്തായാലും അല്പസമയത്തിനകം ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് ഈ മൃതദേഹം വിട്ടുകൊടുക്കും. രഞ്ജിത്ത്, ഷംനയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. അന്താരാഷ്ട്ര യോഗാ ദിനം വിപുലമായി ആചരിച്ച രാജ്യം. വിശാഖപട്ടണത്ത് നടന്ന യോഗാ സംഗമത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭാഗമായി. യോഗ ലോകത്തെ ഒന്നിപ്പിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഏകലോകത്തിനും ആരോഗ്യത്തിനും യോഗ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ശ്വാസ വദലത്തു തലാനി കുടിവൈപ്പ് തിപ്പണ്ടി सांस भरते हुए सामान्य स्थिति में आइए. श्वास తీసుకుంటూ साधारण स्थिति को रंडी. सांस छोड़ते हुए गर्दन को लेफ्ट साइड मोड़िए. श्वास वदलतू तलानी एडमु वैపు తిప్పండి. सांस भरते हुए सामान्य स्थिति में आइए. श्वास తీసుకుంటూ साधारण स्थिति को रंडी. एक और बार इसका अभ्यास करेंगे. पूरा श्वास प्रश्वास पर ध्यान देते हुए మరొకసారి చేయండి. और धीरे से सांस भरते हुए सामान्य स्थिति में आइए. श्वास తీసుకుంటూ साधारण स्थिति को రండి.
विश्रामम चेयन्ति। धीरे से सामान्य स्थिति में अब हम गर्दन घुमाने का अभ्यास करेंगे। नेक रोटेशन। दुर्भाग्य से आज पूरी दुनिया किसी न किसी तनाव से गुजर रही है। कितने ही क्षेत्रों में अशांति और अस्थिरता बढ़ रही है। ऐसे में योग से हमें शांति की दिशा मिलती है। ऊपर आइए, श्वास తీసుకుంటూ सामान्य स्थिति को రండి। अब यही अभ्यास സംസ്ഥാന സർക്കാരിന് മറ്റെന്തോ മറയ്ക്കാനുള്ളതിലാണ് വിവാദമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഗവർണറുടെ അവകാശം നിയമപരമായി സ്ഥാപിച്ചെന്നും നിങ്ങളുടെ കൊടി വെച്ചോളൂ എന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. താരസംഘടനയായ അമ്മയിൽ തെരഞ്ഞെടുപ്പ് നടന്നേക്കില്ലെന്ന സൂചന. നിലവിലുള്ള ടീം തുടരാനാണ് സാധ്യത. പ്രസിഡന്റായി മോഹൻലാൽ തുടരും. തെരഞ്ഞെടുപ്പ് നടന്നാൽ താൻ ഭാരവാഹിത്വം ഏറ്റെടുക്കില്ലെന്ന് മോഹൻലാൽ പറഞ്ഞതായാണ് വിവരം. നവമി ദിനേശ് വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. നവമി, നാളെയാണ് നിർണായകമായ ജനറൽ ബോഡി യോഗം ചേരുക. നിലവിലുള്ള ഭാരവാഹികൾ തുടരുമോ? രഞ്ജിത്ത്, ഇപ്പോൾ എന്തായാലും ഈ വിവാദങ്ങൾക്ക് ശേഷമായിരുന്നു അമ്മയുടെ ഇപ്പോൾ നേരത്തെ നിലനിന്നിരുന്ന അംഗങ്ങളെല്ലാവരും രാജിവെച്ച സാഹചര്യം ഉണ്ടായത്. പിന്നീട് ഇവരെല്ലാം ഒരു അഡ്ഹോക് കമ്മിറ്റിയായി മാത്രമാണ് നിലകൊണ്ടിരുന്നത്. നാളെ ചേരുന്ന യോഗത്തിൽ അതിൽ ഈ സമിതി തന്നെ, അതായത് ഈ അഡ്ഹോക് കമ്മിറ്റിയായി തുടരുന്ന സമിതി തന്നെ വീണ്ടും തുടർന്നാൽ മതി എന്നൊരു തീരുമാനത്തിലേക്ക് എത്താനാണ് സാധ്യത. ഒപ്പം മോഹൻലാൽ തന്നെ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരണമെന്നാണ് അംഗങ്ങളുടെ ആവശ്യം. തിരഞ്ഞെടുപ്പുണ്ടെങ്കിൽ താൻ മത്സരിക്കില്ല എന്ന് മോഹൻലാൽ പറഞ്ഞു എന്നാണ് വിവരം. അതിന്റെ അടിസ്ഥാനത്തിൽ ഇനിയൊരു പുതിയ തിരഞ്ഞെടുപ്പായിട്ടുണ്ടാകില്ല, മോഹൻലാൽ തന്നെ തുടരട്ടെ. ഒപ്പം ചില അംഗങ്ങളുടെ കാര്യത്തിൽ മാത്രമായിരിക്കും പ്രതിസന്ധി ഉള്ളത്. ഈ സിദ്ദിഖിന്റെ ഈ ബലാത്സംഗ കേസിൽ പ്രതിയായതിനെ തുടർന്ന് സിദ്ദിഖ് സ്ഥാനം രാജിവെച്ചിരുന്നു. പകരം ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന ബാബുരാജിനായിരുന്നു പകരം ചുമതല നൽകിയത്. പക്ഷേ പിന്നീട് ബാബുരാജിനെതിരെയും ലൈംഗിക ആരോപണ പരാതി വന്നിരിക്കുന്ന സാഹചര്യം, അതിന്റെയൊക്കെ ഒരു അന്വേഷണം നേരിടുന്ന സാഹചര്യത്തിൽ ജോയിന്റ് സെക്രട്ടറി സിദ്ദിഖിന്റെ സ്ഥാനത്തേക്ക് മറ്റൊരാളെ പരിഗണിക്കാനായിരിക്കും സാധ്യത. അതിനി ആരാണെന്നാണ് നോക്കിക്കാണേണ്ടത്. മറ്റൊന്ന്, ഉണ്ണിമുകുന്ദനും രാജിവെച്ചിരുന്നു. കാരണം ഈ ട്രഷറർ സ്ഥാനത്ത് നിന്നായിരുന്നു ഉണ്ണിമുകുന്ദൻ രാജിവെച്ചത്. അതിന് കാരണം തന്റെ ഈ ജോലി തിരക്ക്, സിനിമയുടെ ഷൂട്ടിംഗ് തിരക്കുകളൊക്കെ കാരണം അത് തനിക്ക് ആ സ്ഥാനത്ത് തുടരാൻ കഴിയില്ല എന്ന് ഉണ്ണിമുകുന്ദൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അങ്ങനെ ഉണ്ണിമുകുന്ദന് പകരം ആരാണ് എന്നീ കാര്യങ്ങളിലായിരിക്കും നാളെ എന്തായാലും ഒരു തീരുമാനമുണ്ടാകുക. ഒരു പുതിയൊരു തിരഞ്ഞെടുപ്പ്, വോട്ടെടുപ്പ് ഉണ്ടാകില്ല. പകരം നേരത്തെയുള്ള കമ്മിറ്റികളിലെ അംഗങ്ങൾ തുടർന്നുകൊണ്ട് വിവാദങ്ങൾ ഉൾപ്പെട്ടവർ അല്ലെങ്കിൽ സ്വയമേ രാജിവെച്ചവരെ മാറ്റി നിർത്തിക്കൊണ്ട് പകരം ആരെങ്കിലും പരിഗണിക്കാമെന്നൊരു തീരുമാനത്തിലേക്കായിരിക്കും അമ്മ യോഗം എത്തിച്ചേരുക എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നാളെ രാവിലെ 10 മണിക്കായിരിക്കും അമ്മ ജനറൽ ബോഡി ചേരുക. പുതിയ അംഗങ്ങൾ ആരൊക്കെ, പുതിയ ഭരണസമിതിയിൽ പുതുമുഖങ്ങൾ ആരൊക്കെ, അതോ പഴയതായിട്ട് തന്നെ തുടരുമോ എന്നതിലൊക്കെ ഒരു വാർത്താക്കുറിപ്പായിട്ട് അമ്മ തന്നെ ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കുമെന്ന് കൂടി അറിയിച്ചിട്ടുണ്ട്. ശരി നവമി. പഴകിയ അരി വൃത്തിയാക്കി പുതിയ ബ്രാൻഡിൽ വിൽപ്പന നടത്തിയത് ഡിവൈഎഫ്ഐ പ്രവർത്തകർ തടഞ്ഞു. തിരുവനന്തപുരം പാലോട് സ്വകാര്യ വ്യക്തിയുടെ ഗോഡൌണിലായിരുന്നു നിലവാരം കുറഞ്ഞ അരി പാക്കറ്റുകളാക്കി വിൽപ്പനയ്ക്ക് ശ്രമിച്ചത്. തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പുഴുവരിച്ച അരിയാണെന്ന് ആരോപണമുണ്ട്. മൊത്തം ചീത്ത അരിയാണ് കേട്ടോ. ചീത്ത അരി ഫുള്ള് പുതിയ ചാക്കിൽ നിറച്ച് വിൽക്കാനുള്ള പരിപാടി. സവാള ഗോഡൌണായി പ്രവർത്തിച്ചിരുന്ന സ്ഥാപനത്തിൽ വന്ന ലോറി ഇന്നലെ രാത്രി തടഞ്ഞു പരിശോധിച്ചപ്പോഴായിരുന്നു പഴകിയ അരി കണ്ടെടുത്തത്. സമീപത്തായി ആപ്പിൾ എന്നെഴുതിയ പാക്കറ്റുകളും ഉണ്ടായിരുന്നു. നിലവാരം കുറഞ്ഞ അരി പുതിയ ബ്രാൻഡിലാക്കി വിൽപ്പന നടത്തുന്ന സംഘമാണ് ഇതിനു പിന്നിലെന്ന ആരോപണമുണ്ട്. ഒരു മാസത്തിലേറെയായി ഇവിടെ സവാള പാക്കിംഗ് എന്ന് പറഞ്ഞ പേരിലാണ് ഇവിടെ ഈ സ്ഥാപനം തുടങ്ങിയത്. രാത്രിയാണ് വാഹനങ്ങളെല്ലാം വന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. രാത്രിയാണ് പിന്നെ ലോഡ് വരുന്നത്. അപ്പം അങ്ങനെ സംശയം തോന്നി നാട്ടുകാർ പരിശോധിക്കുമ്പോഴാണ് ഇന്നലെ രാത്രി ഒരു വാഹനം ഇവിടെ കടന്നു വരുന്നത് ശ്രദ്ധയപ്പെട്ടത്. അവിടെ നോക്കുമ്പോൾ പിന്നെ ഇവിടെ സവാളയില്ല. പോലീസിനെയും കൂടെ വിളിച്ചു വരുത്തി ഇത് പരിശോധിക്കുമ്പോൾ സവാളയില്ല. ഇവിടെ അരിയാണ്. അരി എന്ന് പറയുമ്പോൾ തമിഴ്നാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് പുഴുവരിച്ച അരി ഇവിടെ കൊണ്ടുവരികയാണ്. തിരുവനന്തപുരം അമ്പലമുക്കിലുള്ള ഒരു കടയുടെ വാഹനവും സംഭവ സ്ഥലത്ത് ഡിവൈഎഫ്ഐ പ്രവർത്തകർ തടഞ്ഞു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് വില കുറഞ്ഞ അരി ഇത്തരത്തിൽ പാക്കറ്റുകളിലാക്കി വിൽപ്പന നടത്തുകയായിരുന്നുവെന്നാണ് സൂചന. സിവിൽ സപ്ലൈസ് വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ന്യൂസ് 18 തിരുവനന്തപുരം. ഇനി അനുശ്രീ ചേരും പുതിയ വാർത്താ ബുള്ളറ്റിനുമായി.